ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്ക് പറയാൻ പോകുന്നത് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആണ്. വാട്ട് വിൽ ബി ദ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ്? നമുക്കറിയാം, ഒരു റോഡിൽ നിർബന്ധമായിട്ട് നമുക്കൊരു ഓവർടേക്കിംഗ് ഏരിയ ഉണ്ടായിരിക്കണം അല്ലേ? എപ്പോഴും സ്ലോ മൂവിങ് വെഹിക്കിൾസ് ഉണ്ടാവും, ഫാസ്റ്റ് മൂവിങ് വെഹിക്കിൾസ് ഉണ്ട്. സോ ഫാസ്റ്റ് മൂവിങ് വെഹിക്കിൾസിന് സേഫ് ആയിട്ട് സ്ലോ മൂവിങ് വെഹിക്കിളിന് ഓവർടേക്ക് ചെയ്യുന്ന ഒരു സ്ഥലം നിർബന്ധമായിട്ട് റോഡുകളിൽ ഉണ്ടായിരിക്കണം, അവൈലബിൾ ആയിരിക്കണം. അങ്ങനെ ഒരു ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ഓവർടേക്ക് ചെയ്യുന്ന വെഹിക്കിൾ ഡ്രൈവർക്ക് സഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സൈഡ് ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയാണ്? സ്ലോ മൂവിങ് വെഹിക്കിളിനെ ഓവർടേക്ക് ചെയ്ത് തിരിച്ച് അതേ ലൈനിലേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ വണ്ടികൾ വരുന്നതിനെ തട്ടാതെ സേഫായിട്ട് മാറുന്നൊരു സമയവും ഒരു അവസ്ഥ ഉണ്ടായിരിക്കണം. സോ this overtaking side distance may be defined as the minimum distance open to the vision of the driver of a vehicle intending to overtake slow vehicle. സ്ലോ വെഹിക്കിളിനെ ഓവർടേക്ക് ചെയ്യപ്പെടാൻ ശ്രദ്ധിക്കുന്ന ഒരു ഫാസ്റ്റ് മൂവിങ് വെഹിക്കിൾ ഡ്രൈവർക്ക് മുന്നിൽ അവൈലബിൾ ആയിട്ടുള്ള മിനിമം ഡിസ്റ്റൻസ് വിത്തൗട്ട് കൊളൈഡിങ് വിത്ത് ദ ട്രാഫിക് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഈസ് നോൺ ആസ് ദ മിനിമം ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ്. അപ്പോൾ അതിൽ നമ്മൾ കാൽക്കുലേഷനിൽ എടുക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെഷേർഡ് അലോങ് ദ സെൻറ്റർ ഓഫ് ദ റോഡ് which a driver with his eye level at 1.2 meter can see an object at a height of 1.2 meter above the road surface. 1.2 meter ഐ ലെവലുള്ള ഡ്രൈവർക്ക് 1.2 മീറ്റർ ഹൈറ്റ് ഉള്ള വേറൊരു ഒബ്ജക്റ്റിനെ എത്ര ദൂരെ നിന്ന് കാണാൻ പറ്റുമോ അത്രയും ദൂരെ നിന്നുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഫ്രീ ആയിട്ട് റോഡിൽ അവൈലബിൾ ആയിരിക്കണം. ഇതാണ് ഇവിടെ മെഷർമെൻറ്റിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഓവർടേക്കിംഗ് side distance means it is the minimum distance provided for an overtaking vehicle to overtake the slow moving vehicle without colliding the vehicle in the opposite direction. Okay. So what are the factors affecting the OST? നിർബന്ധമായിട്ട് സ്പീഡ്സ് ഓഫ് ദ വെഹിക്കിൾസ് ഉണ്ടാവും. അത് ഏതൊക്കെ വെഹിക്കിൾസിന് ഉണ്ടാവാം? ഓവർടേക്ക് ചെയ്യുന്ന വെഹിക്കിളിൻ്റെ സ്പീഡ്, ഓവർടേക്ക് ചെയ്യപ്പെടുന്ന വെഹിക്കിളിൻ്റെ സ്പീഡ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന വെഹിക്കിളിൻ്റെ സ്പീഡ്. പിന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഓവർടേക്കിംഗ് ആൻഡ് ഓവർടേക്കൺ വെഹിക്കിൾസ്. ഓവർടേക്ക് ചെയ്യപ്പെടുന്ന വണ്ടിയുടെയും ഓവർടേക്ക് ചെയ്യുന്ന വണ്ടിയുടെ ഇടയിലുള്ള സ്പേസ് അല്ല, ഈ ഓവർടേക്കിംഗ് പ്രോസസ്സ് തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ഒരു സ്പേസിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ദെൻ സ്കിൽ ആൻഡ് റിയാക്ഷൻ ടൈം ഓഫ് ദ ഡ്രൈവർ, ഒബ്വിയസ്ലി അത് ഓവർടേക്കിംഗ് ഡിസ്റ്റൻസിനെ ബാധിക്കും. ദ റേറ്റ് ഓഫ് ആക്സിലേഷൻ ഓഫ് ദ ഓവർടേക്കിംഗ് വെഹിക്കിൾ, ദെൻ ഗ്രേഡിയൻറ്റ് ഓഫ് ദ റോഡ് ഇഫ് എനി, ഗ്രേഡിയൻറ്റ് ഉണ്ടെങ്കിലും അത് ഒരു പ്രശ്നമാണ്. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ OST. ഇനി നമുക്ക് ഈ ഓവർടേക്കിംഗ് പ്രോസസ്സ് എന്താണെന്നുള്ളത് നോക്കാം. നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഓവർടേക്കിംഗ് ഡിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നതാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. 7 മാർക്ക്, 8 മാർക്ക് അല്ലെങ്കിൽ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഹൗ ടു കാൽക്കുലേറ്റ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവാം. അപ്പോൾ അതെങ്ങനെ നോക്കാം നമുക്ക്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്താണ് ഡിഫൈൻ ചെയ്യണം. ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ദെൻ ഈ പ്രോസസ്സ് എഴുതണം. ഈ പ്രോസസ്സിൽ മെയിൻലി 3 സ്റ്റെപ്സ് ആണുള്ളത്. ഇവിടെ നമുക്ക് എ എന്നുള്ളത് ഓവർടേക്ക് ചെയ്യുന്ന വെഹിക്കിൾ, ബി എന്നുള്ളത് സ്ലോ മൂവിങ് വെഹിക്കിൾ, സി എന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന വെഹിക്കിൾ. ഈ 3 പോയിന്റ് ആദ്യം പറയാം. എ ഈസ് ദ വെഹിക്കിൾ വിച്ച് ഈസ് എ ഈസ് ദ ഓവർടേക്കിംഗ് വെഹിക്കിൾ, ബി ഈസ് ദ ഓവർടേക്കൺ വെഹിക്കിൾ, സി ഈസ് ദ വെഹിക്കിൾ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇനി പ്രോസസ്സ് എന്തൊക്കെയാണ്? ആദ്യം ഈ എ എന്ന വെഹിക്കിളിന് ഒരു ഡിസൈൻ സ്പീഡിലായിരിക്കും വരുന്നുണ്ടാവുക അല്ലെ, ഡിസൈൻ സ്പീഡ് വി എന്ന സ്പീഡിലായിരിക്കും വരുന്നുണ്ടാവുക, വി മീറ്റർ പെർ സെക്കൻഡ്. ദിസ് ഇസ് ദ വി മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും വരുന്നുണ്ടാവുക. പക്ഷേ ബി മൂവിങ് അറ്റ് എ സ്ലോ സ്പീഡ് വി ബി. അപ്പോൾ എ എന്ത് ചെയ്യുന്നു? കുറച്ചു നേരം ബിയുടെ പുറകെ ബിയുടെ സ്പീഡിൽ മൂവ് ചെയ്യുന്നു. അതിനുശേഷം ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് ബി എന്ന വെഹിക്കിളിനെ ഓവർടേക്ക് ചെയ്ത് ഈ A2 എന്ന പൊസിഷനിൽ നിന്ന് A3യിലേക്ക് എത്തും. ഓവർടേക്ക് തിരിച്ച് അതിൻ്റെ ലൈനിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നു. ആ സമയം കൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ വെഹിക്കിൾ ഇത്രയും ദൂരം മൂവ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആദ്യം VB എന്ന വെലോസിറ്റിയിൽ കുറച്ച് ദൂരം ഈ A മൂവ് ചെയ്തിട്ടുണ്ടാവും. അത് എത്ര ഡിസ്റ്റൻസ്? സപ്പോസ് ദാറ്റ് ഡിസ്റ്റൻസ് ഇസ് D1. ഇനി ഓവർടേക്ക് ചെയ്യപ്പെടുന്ന മൊത്തം ഡിസ്റ്റൻസ്
സപ്പോസ് ദാറ്റ് ഈസ് d2. ഈ സമയത്തിൻ്റെ ഇടയിൽ, ഈ ഓവർടേക്ക് ചെയ്യപ്പെടുന്ന സമയത്തിൻ്റെ ഇടയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ വെഹിക്കിൾ ഒരു ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഇസ് d3. So d1 is the distance traveled by vehicle A when it is moving behind the vehicle B at a speed of VB. VB ന്റെ സ്പീഡിലാണ് മൂവ് ചെയ്യാം for a time t seconds. That t second is generally taken as the reaction time എന്ന് പറയുന്നത്. അപ്പോൾ റിയാക്ഷൻ ടൈം ടിയിൽ എ ബിയുടെ പുറകെ കുറച്ച് ദൂരം പോകുന്നു വിത്ത് എ വെലോസിറ്റി ഓഫ് വി ബി. അതിനുശേഷം പക്ഷെ ഇവിടെ ഒരു മിനിമം സ്പേസ് എന്തായാലും ഇട്ടിട്ടുണ്ടാവും, കാരണം സേഫ്റ്റി സ്പേസ് ഇവിടെ ഉണ്ടാവും. അതേപോലെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും മിനിമം സ്പേസ് എസ് ഉണ്ടാവും. ഇനി ഈ ഓവർടേക്ക് ചെയ്യപ്പെടുന്ന ടോട്ടൽ ടൈം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി ആണ്. ഈ ടൈമിൻ്റെ ഉള്ളിൽ ഇവിടെ ബി1 എന്ന് ബി2 എത്തുണ്ടാവും. സപ്പോസ് ദാറ്റ് ഡിസ്റ്റൻസ് ഇസ് ബി. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് A2 മുതൽ A3 വരെ എന്ന് പറയുന്നത് എസ് പ്ലസ് ബി പ്ലസ് എസ് ആയിരിക്കും. ഇത് രണ്ടും സേഫ്റ്റി ഡിസ്റ്റൻസും ഈ ടൈമിൽ ബി മൂവ് ചെയ്ത ഡിസ്റ്റൻസ് ബിയും. സോ ടോട്ടൽ d2 is the distance traveled during the time overtaking time t. അതേ സമയത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന വെഹിക്കിളും അതേ ടൈമിൽ തന്നെ d3 എന്ന ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ സ്പീഡ് എന്തായിരിക്കും? ആ റോഡിലെ ഡിസൈൻ സ്പീഡ് ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദ 3 പോർഷൻസ്. ഒന്നാമത്തെ കേസിൽ എ ബിയുടെ പുറകെ കുറച്ച് ദൂരം പോകുന്നു, പിന്നെ ഓവർടേക്ക് ചെയ്യുന്നു. ആ സമയത്തിനുള്ളിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെഹിക്കിൾ മൂവ് ചെയ്യുന്നു. സോ ടോട്ടൽ ഓവർടേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഓവർടേക്കിംഗ് ഈ പ്രോസസ്സിൽ മൊത്തം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് d1 പ്ലസ് d2 പ്ലസ് d3 ആണ്. അപ്പോൾ ഇത്രയും ഒരു സ്പേസ് അവിടെ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ഈ എ എന്ന വെഹിക്കിളിന് സേഫ് ആയിട്ട് ബി എന്ന വെഹിക്കിളിന് ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. സോ നമുക്ക് വേണ്ട മിനിമം ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? d1 പ്ലസ് d2 പ്ലസ് d3 ആയിരിക്കും. കൺസെപ്റ്റ് മനസ്സിലായല്ലോ? ഒന്നുകൂടി വേണമെങ്കിൽ പറയാം. ആദ്യത്തെ സ്റ്റേജിൽ എ ബി എന്ന വെഹിക്കിളിന്റെ പുറകിൽ കുറച്ച് ദൂരം പോകുന്നു. ദാറ്റ് ഡിസ്റ്റൻസ് ഇസ് d1 വിത്ത് എ വെലോസിറ്റി ഓഫ് ബി, ദാറ്റ് ഇസ് സ്മോൾ വി ബി. ആ ടൈം എന്ന് പറയുന്നത് റിയാക്ഷൻ ടൈമാണ്, ദാറ്റ് ഇസ് അറൌണ്ട് 2 സെക്കൻഡ്സ്. പിന്നെ നടക്കുന്നത് ടോട്ടൽ ഓവർടേക്കിംഗ് പ്രോസസ്സാണ്. ദാറ്റ് ഡിസ്റ്റൻസ് d2 ആണ്. അതിൻ്റെ ടൈം ക്യാപിറ്റൽ ടി ആണ്. ഇവിടെ ഈ ടോട്ടൽ ടൈമിൽ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് d2 എന്ന് പറയുന്നത് ആദ്യം ഒരു സേഫ്റ്റി സ്പേസ് ഇട്ടിട്ടുണ്ടാവും, അവസാനം ഒരു സേഫ്റ്റി സ്പേസ് ഉണ്ടാവും രണ്ട് വെഹിക്കിളിൻ്റെ ഇടയിൽ. പിന്നെ ആ ടൈമിനുള്ളിൽ ബി എന്ന വെഹിക്കിൾ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസും, ബി എന്ന വെഹിക്കിൾ മൂവ് ചെയ്യുന്ന വെലോസിറ്റി ബിയിലാണ്. അപ്പം നമുക്കത് ടോട്ടൽ d2 വിൽ ബി എസ് പ്ലസ് ബി പ്ലസ് എസ് എന്ന് എഴുതാം. ദാറ്റ് ഇസ് 2s പ്ലസ് ബി എന്ന് പറയുന്നത്, സ്മോൾ ബി എന്ന് പറയുന്നത് വെഹിക്കിൾ ബി മൂവിങ് വിത്ത് എ വെലോസിറ്റി വി ബി ഫോർ എ ടൈം ക്യാപിറ്റൽ ടി. ഇനി ഈ പ്രോസസ്സൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ വെഹിക്കിൾ d3 എന്ന ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ടാവും. ആ വെഹിക്കിളിൻ്റെ സ്പീഡ് എന്താണ്? ഡിസൈൻ സ്പീഡാണ്, വി ആണ്. ഏത് ടൈമിൽ? ക്യാപിറ്റൽ ടി ടൈമിൽ. Okay, so total distance moved will be d1 plus d2 plus d3. So this is the minimum overtaking side distance required for this process. ഇനി S എന്ന് പറയുന്നത് എന്താ? മിനിമം ക്ലിയറൻസ് ആണ് ബിറ്റ്വീൻ എ ആൻഡ് ബി, ആൻഡ് ദാറ്റ് ഇസ് ഗിവൺ ആസ് എ ഫോർമുല ബൈ IRC ആസ് 0.7 VB പ്ലസ് 6 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ്റെ അകത്ത് നമുക്ക് എസിന് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് അറിയാത്തൊരു വാല്യൂ ക്യാപിറ്റൽ ടി ആണ്. ഓവർടേക്കിംഗ് ടൈം എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അവിടെ നമ്മൾ മെക്കാനിക്സിലോ അല്ലെങ്കിൽ ഫിസിക്സിലോ പഠിച്ച ആദ്യത്തെ ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിക്കുന്നു. ഇവിടെ ഈ ഒരു പ്രോസസ്സ് മാത്രം കൺസിഡർ ചെയ്യാം, ഓവർടേക്കിംഗ് പ്രോസസ്സ് മാത്രം. A2 എന്ന പൊസിഷനിൽ നിന്ന് A3 എന്ന പൊസിഷനിലേക്കാണ് ഇത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ A2 ഇനീഷ്യലി ഏത് വെലോസിറ്റിയിലായിരിക്കും? വി ബിയിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടാവുക, കാരണം കുറച്ച് ദൂരം ബിയുടെ സ്പീഡിൽ പുറകെ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇനീഷ്യൽ സ്പീഡ് വി ബി ആണ്. ടോട്ടൽ ടൈം ടേക്കൺ ടി ആണ്. ഈ വെഹിക്കിളിന് ഒരു ആക്സലറേഷൻ ഉണ്ടാവും, ആക്സലേറ്റ് ചെയ്തിട്ടാണ് പോകുന്നുണ്ടാവുക. സപ്പോസ് ദാറ്റ് ആക്സലറേഷൻ ഇസ് എ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് വിത്ത് എൻ ഇനീഷ്യൽ വെലോസിറ്റി വി ബി ആൻഡ് ആക്സലേഷൻ എ ആൻഡ് ടൈം ടി. നമുക്കൊരു ഇക്വേഷൻ അറിയാം, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ velocity into time plus half into acceleration into time square. അങ്ങനെ ഇക്വേഷൻ ഓർമ്മയുണ്ടല്ലോ. അതായത്
ut പ്ലസ് ഹാഫ് AT സ്ക്വയർ. പക്ഷെ അതേ സമയത്ത് നമുക്കറിയാം ആ ഡിസ്റ്റൻസ് d2 is equal to b plus 2s ആണെന്ന് അറിയാം. ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. വേറെ കാര്യം നമുക്കറിയാവുന്നത് ഈ ഇക്വേഷൻ ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ b എന്ന് പറയുന്നത് vb into t എന്നുള്ള ഉറപ്പാണ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ b ഡ്യൂറിങ് ദ ടോട്ടൽ ടൈം ക്യാപിറ്റൽ T. അപ്പോൾ vb into t ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ്റെ അത് സിമിലാരിറ്റി വെച്ച് നോക്കുമ്പോൾ നമുക്ക് 2s is equal to at square by 2 എന്ന് കിട്ടും. ഫ്രം ദാറ്റ് ക്യാപിറ്റൽ T is equal to 4s by a എന്ന് കിട്ടും. where s is equal to 0.7 vb plus 6. അപ്പോൾ ഇവിടെ ടിന്റെ ഇക്വേഷൻ is 4s by a and s is equal to 0.7 vb plus 6. അപ്പോൾ എല്ലാ ടേംസും കിട്ടി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ OSD എന്തായിരിക്കും? So total OSD is equal to vb into t plus vb into capital T plus 2s plus vt. ഈ ഇക്വേഷൻ ആണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഈ ഇക്വേഷൻ ഇങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിലും ഈ ഒരു ടെർമിനോളജി പഠിക്കുക. d1 എന്താണ്, d2 എന്താണ്, d3 എന്താണെന്നുള്ളത് നോക്കുക. സോ d1 is equal to distance traveled by a for a reaction time small t with a velocity vb. അപ്പോൾ d1 equal to vb into t. ഇനി d2 എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രോസസ് അല്ലെങ്കിൽ ആ ഓവർടേക്കിംഗ് പ്രോസസ്. അവിടെ 2s പ്ലസ് ഒരു ഡിസ്റ്റൻസ് b ഉണ്ട്. 2s പ്ലസ് ആ ഡിസ്റ്റൻസ് b എന്ന് പറയുന്നത് രണ്ടാമത്തെ വെഹിക്കിളിന്റെ b എന്ന വെഹിക്കിളിന്റെ വെലോസിറ്റി ഫോർ എ ടൈം t. സോ ദിസ് ഈസ് ദ d2. ഇത്രയും കാര്യം vb into t plus 2s. പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന വെഹിക്കിളിന്റെ ആണ് d3. ദാറ്റ് ഈസ് ഡിസൈൻ സ്പീഡ് ഇൻറ്റു ടോട്ടൽ ടൈം t. അപ്പോൾ ഈ രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും ഈക്വേഷൻ പഠിക്കാൻ. അല്ലെങ്കിൽ ടെർമിനോളജി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. ടിയും ക്യാപിറ്റൽ ടി ഒക്കെ മാറിപ്പോയാൽ ആൻസർ തെറ്റും. ഓക്കെ. ആൻഡ് t is equal to 4s by a and s is equal to 0.7 vb plus 6. So this is the overtaking side distance in the total equation. ഇനി ഡിസൈൻ സ്പീഡ് മാത്രമേ തന്നിട്ടുള്ളൂ. അതേ സമയത്ത് vb എന്ന വാല്യൂ തന്നിട്ടില്ല എന്ന് വിചാരിക്കാം ക്വസ്റ്റനിൽ. So we will be taking vb as capital vb, that is the kilometer per hour നോക്കുകയാണെങ്കിൽ capital vb is equal to capital v minus 16. capital v is the design speed. അപ്പോൾ സ്ലോ മൂവിംഗ് വെഹിക്കിളിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഡിസൈൻ സ്പീഡിനേക്കാൾ ഒരു 16 km/h കുറവാണെന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ വി ബി കിട്ടും. ഇനി വേറെ രണ്ട് കണ്ടീഷൻ നമുക്ക് നോക്കേണ്ടത്. സോ മിനിമം ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് d1 പ്ലസ് d2 പ്ലസ് d3 ആണ് ഫോർ ടു വേ ട്രാഫിക്. ടു വേ ട്രാഫിക്കിൽ മാത്രമാണ് ഇത്രയും ഡിസ്റ്റൻസിന് ആവശ്യമുള്ളൂ. അതേ സമയത്ത് ഡിവൈഡഡ് ഹൈവേ, വൺ വേ ട്രാഫിക് റെഗുലേഷൻസ് ഒക്കെ ഉള്ള സ്ഥലങ്ങളിലും ഓവർടേക്കിംഗ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ d1 പ്ലസ് d2 മാത്രം പോരെ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ വെഹിക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സോ രണ്ട് കണ്ടീഷനാണ്. ടു വേ ട്രാഫിക് ആണെങ്കിൽ d1 പ്ലസ് d2 പ്ലസ് d3 കൊടുക്കണം. വൺ വേ റെസ്ട്രിക്റ്റഡ് അല്ലെങ്കിൽ ഡിവൈഡഡ് ഹൈവേ ആണെങ്കിൽ d1 പ്ലസ് d2 മതി. സോ ദിസ് ഈസ് ദ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസിന്റെ കോൺസെപ്റ്റ്. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഓവർടേക്കിംഗ് സോൺസ് ആണ്. ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് ചില ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. അതായത് ഓവർടേക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഹൈവേയിൽ എപ്പോഴും കൊടുത്തിരിക്കണം അറ്റ് ഫ്രീക്വന്റ് ഇന്റർവൽ. സോ സച്ച് ഏരിയ വിച്ച് ആർ ഇയർമാർക്ഡ് ഫോർ ഓവർടേക്കിംഗ് പ്രോസസ് ഇസ് നോൺ ആസ് ദ ഓവർടേക്കിംഗ് സോൺസ്. Zones which are meant for overtaking are called overtaking zones. It is desirable to provide sufficient overtaking opportunity for vehicles moving at design speed at frequent intervals. ഇടയ്ക്കിടയ്ക്ക് ഈ ഓവർടേക്ക് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഒരു ഹൈവേ ഡിസൈൻ ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ സ്പീഡ് പോകുന്ന വെഹിക്കിളിന് സ്ലോ മൂവിംഗ് വെഹിക്കിളിന് ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഇനി ഈ ഓവർടേക്കിംഗ് സോണിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മിനിമം 3 times ഓവർടേക്കിംഗ് ഡിസ്റ്റൻസ് കൊടുത്തിരിക്കണം. മിനിമം ലെങ്ത് ആണ്. അപ്പോൾ ഓവർടേക്കിംഗ് ഡിസ്റ്റൻസ് വൺ വേ റോഡ് ആണെങ്കിൽ d1 പ്ലസ് d2, ടു വേ റോഡ് ആണെങ്കിൽ d1 പ്ലസ് d2 പ്ലസ് d3, അതിന്റെ 3 times മിനിമം കൊടുത്തിരിക്കണം. അതേ സമയത്ത് ഡിസൈറബിൾ ലെങ്ത് എന്ന് പറയുന്നത് 5 times ആണ്. സോ മിനിമം 3 times, ഡിസൈറബിൾ ലെങ്ത് 5 times OSD ആണ് ഒരു ഓവർടേക്കിംഗ് സോണിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. സോ ഓവർടേക്കിംഗ് സോൺ ഇസ് ദ സോൺ വിച്ച് ഇസ് പ്രൊവൈഡഡ് ഫോർ overtaking process. For an highway, frequent overtaking zones should be provided for providing an opportunity for the overtaking vehicles. അല്ലേ? ഇത്രയാണ് കാര്യങ്ങൾ. ഇനി അതിൻ്റെ ഒരു ഫിഗറും കൂടി വരച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറുമായി. ഫിഗർ എന്ന് പറയുന്നത്
ദിസ് ഈസ് ദ ഓവർടേക്കിംഗ് സോൺ ഫിഗർ. ഇവിടെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇതാണ് ഓവർടേക്കിംഗ് സോൺ. കുറച്ച് വീതി കൂടുതൽ കാണിച്ചെന്ന് വെച്ചാൽ ഓവർടേക്ക് ചെയ്ത് പോയിക്കോട്ടെ എന്ന രീതിയിലാണ്. ഈ ഒരു ഡിസ്റ്റൻസ് 3 to 5 ടൈംസ് OSD ആണ്. ഇവിടെ ഈ ഓവർടേക്കിംഗ് സോൺ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു സൈൻ പോസ്റ്റ് ഉണ്ടായിരിക്കണം. ഓവർടേക്കിംഗ് സോൺ സ്റ്റാർട്ട് ചെയ്തു എന്ന് കാണിച്ചിട്ട് യു ക്യാൻ ഓവർടേക്ക് ഈസ് പോസിബിൾ എന്ന രീതിയിൽ സൈൻ പോസ്റ്റ് ഉണ്ടായിരിക്കും. ഈ സൈൻ പോസ്റ്റിന്റെ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഈ ഓവർടേക്കിംഗ് സോണിന്റെ ഒരു OSD മുന്നിലായിരിക്കും. ഇവിടെയാണ് സൈൻ പോസ്റ്റ് 1 ഉണ്ടാവുക. ഇനി ഓവർടേക്കിംഗ് സോൺ തീർന്നു എന്ന് കാണിക്കുന്ന വേറൊരു പോസ്റ്റ് ഉണ്ടാവും. ആൻഡ് ദാറ്റ് ഈസ് അഗെയിൻ അറ്റ് എ ഡിസ്റ്റൻസ് OSD ഫ്രം ദ ഇന്നർ ടു ദ ഇന്നർ സൈഡ്. OSD സോണിന്റെ എത്തുന്നതിന് മുന്നേ കാണിക്കുക, അതാ തീരാൻ പോവാണ്, ഓവർടേക്കിംഗ് സോൺ തീർന്നു എന്ന് കാണിക്കുന്ന പോസ്റ്റും ഒരു OSD ഡിസ്റ്റൻസ് അകലത്തിലായിരിക്കണം. അപ്പോൾ ഇത് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന വെഹിക്കിളിന്. ഇനി ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന വെഹിക്കിളിന് അതേപോലെ തന്നെ ഫസ്റ്റ് പോസ്റ്റ് ഒരു OSD മുന്നിലും സെക്കൻഡ് പോസ്റ്റ് വീണ്ടും OSD തീരുന്നതിന്റെ ഒരു OSD മുന്നിലും ആയിരിക്കും കൊടുത്തിരിക്കുക. സോ SP1 S1 അല്ലെങ്കിൽ SP1 ഈസ് ദ സൈൻ പോസ്റ്റ് ഓവർടേക്കിംഗ് സോൺ എഹെഡ് എന്നായിരിക്കും ഇവിടെ എഴുതിയിട്ടുണ്ടാവുക. ഇവിടെ S2 അല്ലെങ്കിൽ SP2 ഓവർടേക്കിംഗ് സോൺ അല്ലെങ്കിൽ എൻഡ് ഓഫ് ഓവർടേക്കിംഗ് സോൺ എഴുതിയിട്ടുണ്ടാവും. സോ ദിസ് ഈസ് ദ ഓവർടേക്കിംഗ് സോണിന്റെ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, അപ്പം ഓവർടേക്കിംഗ് സോൺ എന്താണെന്നും അതിന്റെ പ്രോസസ് കാൽക്കുലേഷൻ എങ്ങനെയാണെന്നും ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നും പിന്നെ ഓവർടേക്കിംഗ് സോൺ എന്താണെന്നും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിലെ പ്രോബ്ലംസ് ഒന്ന് നമുക്ക് നോക്കാം.